Hello students, today we are going to discuss inverse trigonometry questions from JEE Mains 2022 sections. First section ചോദിച്ച questions ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് 2020 ചോദിച്ച questions നോക്കാം. Let me give the first one. This was the first problem they asked. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ അവർ തരുന്നുണ്ട്. ആ ബൈനറി ഓപ്പറേഷൻ ഇതിങ്ങനെയാണ്. എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആ ബൈനറി ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ കിട്ടിയതിന് ശേഷം ആ എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് ആ ബൈനറി ഓപ്പറേഷൻ നോക്കിക്കോളൂ. ഏത് ബൈനറി ഓപ്പറേഷനാണ് അവർ തന്നിരിക്കുന്നത് നോക്കിക്കോളൂ. ഇവിടെ വരുന്നത് ലെറ്റ് മീ ടെൽ യു, അവർ പറയുന്നത് എക്സ് സ്റ്റാർ 1 ഈക്വൽ ടു എക്സ് സ്റ്റാർ 1 എന്നാണ്. 1. അപ്പോൾ എക്സ് സ്റ്റാർ വൈ എന്താണെന്ന് അവർ പറയുന്നുണ്ട്. എക്സ് സ്റ്റാർ വൈ എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെ സ്ക്വയറും രണ്ടാമത്തേൻ്റെ ക്യൂബും എഴുതണം. അപ്പോൾ ഇവിടെ ഫസ്റ്റിൻ്റെ സ്ക്വയറ് പ്ലസ് രണ്ടാമത്തേൻ്റെ ക്യൂബാണ്. അപ്പോൾ 1 ആയതുകൊണ്ട് കുഴപ്പമില്ല, 1 എന്ന് തന്നെ വരുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എക്സ് സ്റ്റാർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ ഉപയോഗിക്കുമ്പോൾ ഈ ഓപ്പറേഷൻ വി ആർ ഗോയിങ് ടു യൂസ് ദാറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇത് വരുന്നത് 1 പ്ലസ് ഫസ്റ്റിൻ്റെ സ്ക്വയറും രണ്ടാമത്തേൻ്റെ ക്യൂബും. അപ്പോൾ ഈ രീതിയിലല്ലേ വരുന്നുള്ളൂ. ഇനി അടുത്തത് എഗെയിൻ ഈ ഓപ്പറേഷൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. ഈ ഓപ്പറേഷൻ ഇവർ പറയുന്നത് എക്സ് സ്റ്റാർ വൈ ആണല്ലോ. എക്സ് സ്റ്റാർ വൈ ആകുമ്പോൾ ഫസ്റ്റിൻ്റെ സ്ക്വയറും സെക്കൻഡിൻ്റെ ക്യൂബും. അപ്പോൾ ഇത് വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയറും സെക്കൻഡിൻ്റെ ക്യൂബ്. അത് 1ൻ്റെ ക്യൂബ് 1 തന്നെയാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഫസ്റ്റിൻ്റെ സ്ക്വയറും സെക്കൻഡിൻ്റെ, അതായത് 2 ആണല്ലോ, 1 + 1 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ക്യൂബ് അതായത് 8 എന്ന് വരും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8 എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് ആ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ബൈനറി ഓപ്പറേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടിയും ഉണ്ട്. ആദ്യം ബൈനറി ഓപ്പറേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ വരുന്നുണ്ട്, 2x + 1 + 1 2 വരുന്നുണ്ട്. അടുത്തത് എക്സ് സ്ക്വയർ ഉണ്ട്, അടുത്ത് വരുന്ന എക്സ് സ്ക്വയർ ഇവിടെ +8 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കവിടെ കിട്ടുന്നത്. എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ആണ്. ഞാനത് എഴുതിയപ്പോഴുള്ള ആ ഒരു കറക്ഷൻ നിങ്ങൾ നോക്കിക്കോളൂ. എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് x⁴ ആണ് വരുന്നത്. x⁴ 2x² + 2 എന്ന് പറയുന്നതാണ് x² + 8 എന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ ഒരു x² ക്യാൻസൽ ആവും. അപ്പോൾ നമുക്കിവിടെ വരാൻ പോകുന്നത് x⁴ + x² -6 = 0. നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാം. സോ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x² + 3 × x² - 2 എന്ന് പറയുന്ന 0 വരും. അപ്പോൾ ഇവിടെ കിട്ടുന്നത് x² വാല്യൂ -3 വരുന്നുണ്ട്, അതുപോലെ x² വാല്യൂ 2 വരുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ നെഗറ്റീവ് വരാൻ പറ്റില്ലോ, അതുകൊണ്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന അതിൽ x² വാല്യൂ 2 എന്നാണ്. അപ്പോൾ x² വാല്യൂ 2 എന്നാണെങ്കിൽ നിങ്ങൾ നോക്കൂ എന്താണ് അവിടെ വരാൻ പോകുന്നത്. നമുക്ക് ആ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ ബൈനറി ഓപ്പറേഷൻ നമ്മൾ ആദ്യം ഉപയോഗിക്കണം. x⁴ + x² - 2 എന്ന് പറയുമ്പോൾ ഇത് 4 + 2 - 2, അതായത് ഇവിടെ 4 എന്ന് കിട്ടും. അടുത്തവർ പറഞ്ഞിരിക്കുന്നത് x⁴ + x² + 2 എന്ന് പറയുമ്പോൾ ഈ x⁴ 4 എന്ന് പറയുമ്പോൾ ഇത് 2ൻ്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇത് 4 വരുന്നുണ്ട്, ഇത് 2 വരുന്നുണ്ട്. അപ്പോൾ 8 വരും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്, ഇതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വരുന്നത് നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ 4/8 എന്നാണ് അവിടെ ബ്രാക്കറ്റിൽ വരുന്നത്, അതായത് 1/2. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത്, ഇതിൻ്റെ ആൻസർ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് 2 × sin inverse of 4/8 എന്ന് വരുമ്പോൾ അത് 1/2 ആണ്. 1/2 sin inverse of 1/2 നിങ്ങൾക്കറിയാം π/6 എന്ന് വരും. അപ്പോൾ 2 × π/6 എന്ന് പറയുമ്പോൾ π/3 എന്നായിരിക്കും. ഇവിടെ വരുന്നത് π/3 എന്നാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? ഇവിടെ കിട്ടുന്ന ആൻസർ ഈ π/3 എന്നാണ് ഇതിൻ്റെ ആൻസർ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഐ ഹോപ്പ് യു ഗോട്ട് ദാറ്റ് ഐഡിയ. x⁴y എന്ന് പറയുന്ന ഈ ബൈനറി ഓപ്പറേഷൻ ഉപയോഗിക്കണം. ആ ബൈനറി ഓപ്പറേഷൻ അവർ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ x² വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇതായിരുന്നു വൺ ഓഫ് ദി പ്രോബ്ലം അവർ ചോദിച്ചിരുന്നത്. വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. ഈ tan−1 of x അതുപോലെ തന്നെ tan−1 of
കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സും കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സും ആണ് തന്നിരിക്കുന്നത്. കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്. ദിസ് വിൽ ബി പൈ ബൈ 2. This will be pi by 2. This is the result we are planning to use. അല്ലേ? അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇത് എ എന്നും ഇത് ബി എന്നും പേര് പറയുമ്പോൾ എ പ്ലസ് ബിൻ്റെ വാല്യൂ ആണ് ഈ പൈ ബൈ 2. ഇതിന് ഞാൻ എ എന്നും അതിന് ബി എന്നും. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. ഇത് നമുക്കൊന്ന് അറിയണം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് വെച്ചാൽ നമുക്കറിയാം എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. അപ്പോൾ എ പ്ലസ് ബിയുടെ വാല്യൂ പൈ ബൈ 2 ആണല്ലോ. അപ്പോൾ പൈ ബൈ 2ൻ്റെ ക്യൂബ് ഇവിടെ എഴുതാം, മൈനസ് 3 ടൈംസ് എ ബി ഇൻറ്റു ഇതിൻ്റെ വാല്യൂം പൈ ബൈ 2 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്, ഈ രീതിയിൽ എ പ്ലസ് ബി. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ വാല്യൂ എൽ എച്ച് എസിൻ്റെ വാല്യൂ ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എൽ എച്ച് എസിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് പൈ ക്യൂബ് ബൈ 8 എന്ന് വരും, മൈനസ് 3 പൈ ബൈ 2 എന്ന് കിട്ടുന്നുണ്ട്, മൈനസ് 3 പൈ ബൈ 2. പിന്നീട് അവിടെ വരുന്ന എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എ എന്ന് പറയുന്നത് എ പ്ലസ് ബി. അതായത് ഞാനിവിടെ ഇതിന് എ പ്ലസ് ബിക്ക് ഞാനിങ്ങനെ എ മൈനസ് എ എന്ന് കൊടുക്കാം, എ പ്ലസ് ബി. ബിക്ക് നമുക്ക് വേണമെങ്കിൽ പൈ ബൈ 2 മൈനസ് എ എന്ന് എഴുതാം, പൈ ബൈ 2 മൈനസ് എ. ഇതാണ് അവർ കൊടുത്തിരിക്കുന്നത്, പൈ ബൈ 2 മൈനസ് എ എന്നാണ് കിട്ടുന്നത്. പൈ ബൈ 2 മൈനസ് എ, ആ വാല്യൂ നമ്മളവിടെ ഇട്ട് കൊടുക്കുകയാണ്. പൈ ബൈ 2 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ പൈ ക്യൂബ് ബൈ 8 മൈനസ് എ പ്ലസ് ബിയുടെ 3 പൈ ബൈ 2, എ ഉണ്ട്, ബിയുടെ വാല്യൂ പൈ ബൈ 2 മൈനസ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് കാണാവുന്നത് പൈ ക്യൂബ് ബൈ 8 എന്ന് വരുന്നുണ്ട്, പൈ ക്യൂബ് ബൈ 8. അടുത്ത് വരുന്നത് മൈനസ് 3 പൈ സ്ക്വയർ ബൈ 4 ഇൻറ്റു എ എന്ന് വരുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇതിനെ ഈ ഒരു മൈനസ് കൂടി പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ബെറ്ററായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഒരു മൈനസ് കൂടി പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് പ്ലസ് എന്ന് വന്നോളും. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് 3 പൈ ബൈ 2 ആണ്. ഇവിടെ ഇനി വരാൻ പോകുന്ന എ സ്ക്വയർ മൈനസ് പൈ ബൈ 2 എ എന്ന് കിട്ടും. ഞാൻ ആ ഒരു മൈനസ് പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ ഇത് വരുന്നത് പൈ ക്യൂബ് ബൈ 8 3 പൈ ബൈ 2 ഇൻറ്റു ഇതിന് നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. എങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നത്? എ മൈനസ് പൈ ബൈ 4, എ മൈനസ് പൈ ബൈ 4 ദി ഹോൾ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ബൈ 16 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നത് പൈ ക്യൂബ് ബൈ 8, ഇത് കിട്ടുന്നത് 3 പൈ ബൈ 2. വേണമെങ്കിൽ ആ എയുടെ വാല്യൂ ഞാൻ ഇട്ട് കൊടുത്തത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നായിരുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് പൈ ബൈ 2. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നാണ് ഞാൻ ആ എക്ക് പേര് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പൈ ബൈ 2 ദി ഹോൾ സ്ക്വയർ മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 3 പൈ ക്യൂബ് എന്ന് കിട്ടുന്നുണ്ട്. 3 പൈ ക്യൂബ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പൈ ക്യൂബ് ബൈ 32 എന്നാണ് കിട്ടുന്നത്. ഈ രീതിയിലാണ് നമുക്കവിടെ ഈ വാല്യൂ വരുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടുന്നത് പൈ ക്യൂബ്, ഇവിടെ 4 പൈ ക്യൂബ് ബൈ 32 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് പൈ ക്യൂബ് ബൈ 8 എന്നേ വരുന്നുള്ളൂ. ഇത് 3 പൈ ബൈ 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് പൈ ബൈ 2 ദി ഹോൾ സ്ക്വയർ. ഈ രീതിയിൽ നമുക്കിതിനെ കിട്ടും. ഇനി ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ വാല്യൂ, ടാൻ ഇൻവേഴ്സ് റേഞ്ച് ചെയ്യുന്നത് നമുക്കറിയാം മൈനസ് പൈ ബൈ 2നും പ്ലസ് പൈ ബൈ 2നും ഇടയ്ക്കാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് പൈ ബൈ 4 എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ഇതിവിടെ പൈ ബൈ 4 ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് നോക്കുക, ഇതിവിടെ കിട്ടുന്നത് പൈ ബൈ 4 ആയിരിക്കണം. ഇത് പൈ ബൈ 2 അല്ലേ, ഇത് എ മൈനസ്. അപ്പോൾ ഇത് പൈ ബൈ 4 ആയിരുന്നു. അപ്പോൾ ഇതും പൈ ബൈ 4 ആണ്, ഇത് പൈ ബൈ 4. അപ്പോൾ ആ പൈ ബൈ 4 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. പൈ ബൈ 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് പൈ ബൈ 4 എന്ന് കിട്ടും അല്ലേ. ഇവിടെ വരാൻ പോകുന്ന സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് മൈനസ് 3 പൈ ബൈ 4 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ സ്ക്വയറാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സ്ക്വയറിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ടു പോസിറ്റീവ് ആയതുകൊണ്ട് എന്താ പ്രത്യേകത? സ്ക്വയറിങ് ചെയ്യുമ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 0 ആയിരിക്കും. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ വരാൻ പോകുന്നത് നോക്കി കാണാവുന്നേ ഉള്ളൂ, 9 പൈ സ്ക്വയർ ബൈ 16 ആണ് ഇതിൻ്റെ ഹയസ്റ്റ് വാല്യൂ വരാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ 3 പൈ ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇച്ചിരി കാൽക്കുലേഷൻ ഉണ്ട് ഇതിനകത്ത്, ഷോർട്ട് കട്ടും നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അതർവൈസ് നിങ്ങൾ നോക്കിക്കോളൂ, ഈ രീതിയിൽ
ഈ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തു വന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പൈ സ്ക്വയർ ബൈ അതായത് 2π 3π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് 3π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് π/4 ദി ഹോൾ സ്ക്വയറിനെ 3π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0 വരുന്നുള്ളൂ. ഇവിടെ വരാൻ പോകുന്നത് 27 പൈ സ്ക്വയർ പൈ ക്യൂബ് 27 പൈ ക്യൂബ് ബൈ 32 എന്ന് കിട്ടുന്നുണ്ട്. 32 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഇക്വേഷൻ ഈ കാണുന്നതിൻ്റെ വാല്യൂ അതിൻ്റെ റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ വാല്യൂ അവർ പറയുന്നത് ഈ 3π ക്യൂബ് ബൈ 8 കൂടി ആഡ് ചെയ്യണം. ഇവിടെ പൈ ക്യൂബ് ബൈ 8 ആഡ് ചെയ്യുമ്പോൾ അതായത് ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇത് പൈ ക്യൂബ് ബൈ 8 കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് 3π/2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് π/4 ദി ഹോൾ സ്ക്വയർ. പൈ ക്യൂബ് ബൈ 8 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 27 ആയിരുന്നു. അപ്പോൾ 28 പൈ ക്യൂബ് ബൈ 8 ആണ് ആഡ് ചെയ്യുന്നത്. പൈ ക്യൂബ് ബൈ 8 അപ്പോൾ പൈ ക്യൂബ് ബൈ 8 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് 27 പൈ ക്യൂബ് ബൈ 32 എന്ന് വരും. പ്ലസ് പൈ ക്യൂബ് ബൈ 8. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ വരാൻ പോകുന്ന പൈ ക്യൂബ് ബൈ 8 എന്നുള്ളതാണ് നമ്മളവിടെ വാല്യൂ ആഡ് ചെയ്യുന്നത്. പൈ ക്യൂബ് ബൈ 8. അപ്പോൾ ഇത്രയും വാല്യൂസാണ് ഇവിടെ ആഡ് ചെയ്യണം. പൈ ക്യൂബ് ബൈ 8 ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ്. ഇതായിരുന്നു നമ്മുടെ LHS. നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. അതായിരുന്നു LHS. അതിൻ്റെ വാല്യൂ ആണ് K പൈ ക്യൂബ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഈ K പൈ ക്യൂബിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. K പൈ ക്യൂബിൻ്റെ വാല്യൂ വരുന്നത് പൈ ക്യൂബ് ബൈ 8. ഇത് വരുന്നത് 27. ഇത് 32 ആണല്ലോ. അപ്പോൾ 27 പൈ ക്യൂബ് ബൈ 8 പ്ലസ് പൈ ക്യൂബ് ബൈ 8 ഈ വാല്യൂ ആഡ് ചെയ്യണം. അപ്പോൾ പൈ ക്യൂബ് ഇവിടുന്ന് ക്യാൻസൽ ആവും ത്രൂ ഔട്ട്. അപ്പോൾ പൈ ക്യൂബ് നമുക്കിവിടെ ത്രൂ ഔട്ടായിട്ട് ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ അത് ആ വാല്യൂ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇത് വരുന്നത് കെയുടെ വാല്യൂ ഇവിടെ വരുന്നത് 1/8 എന്ന് വരുന്നുണ്ട്. ഇവിടെ വരാൻ പോകുന്നത് അതിൻ്റെ 32 ആയിരുന്നു കേട്ടോ. ദിസ് ഈസ് 32 ഓൺലി. അപ്പോൾ അതൊന്നൊരു കറക്ഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 32 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാല്യൂ 27/32 പ്ലസ് 1/8 എന്നുള്ള ആ രീതിയിൽ കെയുടെ റേഞ്ച് കിട്ടും. ആ റേഞ്ചാണ് അവർ ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരുന്നത്. ആ കാൽക്കുലേഷൻ പാർട്ട് ഒന്നുകൂടി നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. ഓൾമോസ്റ്റ് ഓൾ ദി സെക്ഷൻ ഐ ഡൺ ഇറ്റ്. അപ്പോൾ വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം. നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ A പ്ലസ് ബി എന്നുള്ളത് A പ്ലസ് ബി ഈക്വൽ ടു π/2. അപ്പോൾ എയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, ബിയുടെ വാല്യൂ കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ A ക്യൂ പ്ലസ് ബി ക്യൂ എന്നുള്ളത് ഈ രീതിയിൽ നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ വരുന്നത് 3AB. ഇതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് നോക്കിക്കോളൂ. ഇവിടെ വരുന്നത് ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പൈ ക്യൂബ് ബൈ 8 3π/2 A ഇൻറ്റു ഇതിനെ π/2 മൈനസ് A എന്ന് എഴുതി. അപ്പോൾ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ 3π/2 ഇൻറ്റു A സ്ക്വയർ മൈനസ് π/2 A സ്ക്വയർ മൈനസ് π/2 A എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പൈ ക്യൂബ് ബൈ 8 വരുന്നുണ്ട്. ഒരു 3π/2 കൊണ്ട് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയതാണ്. π/2ൻ്റെ ഹാഫ് അതായത് π/4. അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഞാൻ ആ എയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇട്ട് കൊടുത്തു. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് π/4 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് മൈനസ് 3π/Q വരുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നത് ഇവിടെ ഇത് 32 ആണ്. ഇതിൻ്റെ ബേസ് വരുന്നത് 32 ആണ്. അതൊരു ഇവിടെ ഇതിൻ്റെ ബേസ് വരുന്നത് 32 ആണ്. അത് ഞാൻ അതെങ്ങനെ കിട്ടി? ഇത് വരുന്നത് മൈനസ് 3π/Q ബൈ 32. ഇതിനെ 4π/Q ബൈ 32 എന്ന് എഴുതണം. അപ്പോൾ ഇത് വരുന്നത് 32 എന്നാണ്. ഇത് 32 ആണ് വരുന്നത്. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് π/4 ദി ഹോൾ സ്ക്വയർ. ആ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ റേഞ്ച് മൈനസ് π/2നും പ്ലസ് π/2നും ഇടയ്ക്കാണ്. അപ്പോൾ അതിനെ മൈനസ് π/4 ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ സ്ക്വയറിങ് ചെയ്യുമ്പോൾ ഇതിനെ നെഗറ്റീവ് ടു പോസിറ്റീവ് സ്ക്വയറിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സ്ക്വയറിങ്ങിൻ്റെ വാല്യൂ മാക്സിമം വരുന്നത് 9π²/16 ആണ്. 9π²/16 എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ ഈ π/Q ബൈ 32 ആണ്. അതാണ് ഇവിടെയും വരുന്നത് π/Q ബൈ 32 ആണ്. അതൊന്ന് എഴുതിയേക്കാം. ഇവിടെ വരുന്നത് ആ π/Q ബൈ 32 ആണ്. അതൊന്ന് നിങ്ങളൊന്ന് നോക്കിയേക്കുക. അപ്പോൾ ഇത് വരുന്നത് π/Q ബൈ 32 ആണ്. π/Q ബൈ 32 ആണ് ഇവിടെ എഴുതേണ്ടത്. π/Q ബൈ 32. ഇവിടെയും π/Q ബൈ 32 എന്ന് വരും. അപ്പോൾ ഇത് വരുന്നത് π/Q ബൈ 32. ഇത് π/Q ബൈ 32. ഇങ്ങനെ ഒരു 8ന് പകരം 32 നമ്മൾ എഴുതണം. 32
അപ്പോൾ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് ലെറ്റ് മീ ടെൽ യു വൺ മോർ ടൈം. ആ പൈ ക്യൂബ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 1/32 ലെസ് ദാൻ കെ ലെസ് ദാൻ ഇവിടെ വരുന്നത് 28/32 എന്നാണ്. 27ഉം 1ഉം കൂടി ചേരുമ്പോൾ 27 + 1 എന്ന് പറയുമ്പോൾ 28/32 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ആ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 28 7428 അപ്പോൾ 7/8 എന്ന് എഴുതാം ഇതിനെ അല്ലേ, 7/8 എന്ന് എഴുതാം. അപ്പോൾ 1/32നും 7/8നും ഇടയ്ക്കായിരിക്കും ആ വാല്യൂ വരുന്നത്. ഇതായിരുന്നു അവർ ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടുതൽ ടൈം എടുത്തതേ ഉള്ളൂ. യു ക്യാൻ ഡു ഇറ്റ് വിതിൻ 3 to 4 minutes. അപ്പോൾ അത് ഈ രീതിയിൽ ഒന്ന് നോക്കുക. നെക്സ്റ്റ് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അവർ ചോദിച്ചിരുന്നത് നെക്സ്റ്റ് പ്രോബ്ലം. സോ ലെറ്റ് മീ ടെൽ യു, നമുക്കിവിടെ ആ 15π/4 എന്താണെന്ന് നോക്കണം. 15π/4. അപ്പോൾ 15/4 എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ 3 ആകുമ്പോൾ 12 വരുന്നുണ്ട്. അപ്പോൾ 3π/4 എന്ന് വരുന്നുണ്ട്. അപ്പോൾ 3π + π/4 ആണ് അല്ലേ, 3π + π/4 എന്ന് പറയും. അപ്പോൾ ഇത് കോസ് 15π/4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ്, തേർഡ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. തേർഡ് ക്വാഡ്രൻറ്റിലാണ്. പിന്നെ ഇത് ഈ വാല്യൂ വരുന്നത് π - π/4 ആണ്, അതും സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ ഇതിൻ്റെ വാല്യൂ 1/√2 എന്നേ വരുന്നുള്ളൂ. 1/√2 എന്ന് കിട്ടുന്നുണ്ട്. ഇനി സൈൻ π/4 നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ആ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ 1/√2 - 1 ഡിവൈഡിങ് ബൈ 1/√2 എന്നാണ്. അപ്പോൾ എൽ സി എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് 1 - √2 എന്ന് വരും. 1 - √2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ -√2 - 1 എന്നാണ്. -√2 - 1. അപ്പോൾ -√2 - 1 എന്ന് പറയുമ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. -tan π/22½ അല്ലേ. അപ്പോൾ 22½ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എഴുതാൻ പറ്റും? π/8 എന്ന് കൊടുക്കാം. π/8 -tan π/8 എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈസ് കമ്മിങ് ഔട്ട് ബി ടാൻ്റെ കേസിൽ tan ഓഫ് -π/8 എന്ന് കൊടുക്കാം. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് tan -π/8 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ആൻസർ? ദിസ് വിൽ ബി ദി ആൻസർ. ഇത് നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 15π/4നെ നമ്മൾ എങ്ങനെ എഴുതി? ഇത് തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് വരും, പക്ഷേ ഇത് π - π/4. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് നെഗറ്റീവ് ആയിരുന്നു. എഗെയിൻ π - π/4 കോസിൻ്റെ വാല്യൂ. അപ്പോൾ രണ്ട് നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ് ആ 1/√2 വരുന്നത്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദിസ് കോൺസെപ്റ്റ്. വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പ്രോബ്ലം. സി ദി ഫോർത്ത് പ്രോബ്ലം. അവർ കൊടുത്തിരിക്കുന്നത് ലിറ്റിൽ ബിറ്റ് ക്ലാരിറ്റി പ്രോബ്ലം മേ ബി ദെയർ. യു ക്യാൻ ചെക്ക് ഇറ്റ് ദാറ്റ് വൺ, or I can write it that one. This is tan inverse of 4/3. So tan inverse of 4/3 means that was tan inverse of 4/3. So using that triangular concept, this is opposite side, this is 5. So this is coming out be tan inverse of 4/3 means you can see that this is also equal to cos inverse of 3/5. Cos inverse of 3/5. Now this is coming out be now cos inverse of 3/10. Now cos of tan inverse of 4/3 we can write cos. So this will be 3/5. This will be 3/5. So this is cos inverse of this. This is cos of cos inverse. So this is coming out be cos inverse of 3/10 3/5. The same way, this is 2/5, this is 2/5 sine of tan inverse of 4/3. Tan inverse of 4/3 is same as sine inverse of 4/5. So cos inverse of this is coming out be cos inverse of this is, all these are inside the cos inverse. All these things are coming inside the cos inverse value. So this is cos inverse. This is coming out be 9/50. This will be 2/5. That will be 4/5. അപ്പോൾ ഈ രീതിയിൽ 9/50 വരുന്നുണ്ട്. This is cos inverse of 9/50. This is 25, 8, 16/50 I can write. So this will become cos inverse of 1/2. So cos inverse of 1/2 we know that π/3. So answer to this problem is coming out be π/3 only.
നോട്ട് ദാറ്റ് മച്ച് കോംപ്ലിക്കേറ്റഡ്, ഡൂവബിൾ ഓൺലി. പക്ഷേ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇച്ചിരി കൂടി കോംപ്ലിക്കേഷൻ തോന്നിയിരുന്നു. അതർവൈസ് ദീസ് പ്രോബ്ലംസ് ആർ വെരി ഈസി. So we are moving on to the next problem. This will be that one, cos of tan inverse. So tan inverse summation വരുമ്പോൾ, tan inverseൻ്റെ summation വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? tan inverse of x plus y dividing by 1 minus xy equal to tan inverse of x minus tan inverse of y. This is the property we want to use it. In case of in inverse trigonometry, summation is available, then we are planning to use that one. So this is tan inverse of denominator 1 ഇവിടെ എഴുതിയപ്പോൾ ഇത് മൈനസും ഇത് പ്ലസ്സും ആണ് അല്ലേ. അപ്പോൾ ഇതിവിടെ 1 പ്ലസ്, അത് നമുക്ക് എഴുതേണ്ടത് n ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതാമായിരുന്നു, n സ്ക്വയർ പ്ലസ് n. സോ ദിസ് വിൽ ബി, ന്യൂമറേറ്റർ വിൽ ബി n പ്ലസ് 1 മൈനസ് n. സോ ദിസ് ഈസ് കമ്മിങ് ഔട്ട് ബി tan inverse of n plus 1 minus tan inverse of, you can see that will be tan inverse of n using this property. So ഇതിന് നമ്മളിപ്പോൾ tn plus 1 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് tn ആയിരിക്കുമല്ലോ. അപ്പോൾ tn എന്ന് പറഞ്ഞ് ഏതിനാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്? tn എന്ന് പറഞ്ഞ് ഞാൻ നെയിം ചെയ്തിരിക്കുന്നത് tan inverse of n എന്നാണ്. അപ്പോൾ tn എന്നും പറഞ്ഞിട്ട് ഞാൻ tn ഈക്വൽ ടു tan inverse of n എന്നാണ് ചെയ്യുന്നതെങ്കിൽ tn plus 1 tan inverse of n plus 1 will coming. So this is the situation. Now we are moving to find out the value from sigma n equal to 1 to 50. Sigma n equal to 1 to 50 ആണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. sigma n equal to 1 to 50, what we are going to do, tn plus 1 minus tn we are going to calculate. ഇത് നമ്മൾ ആ vn മെത്തേഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വരുന്നത് t2 മൈനസ് t1, നെക്സ്റ്റ് ഈസ് t3 മൈനസ് t2, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്നത് t51 മൈനസ് t50. സോ ദ ടേംസ് ആർ ഗെറ്റിംഗ് ക്യാൻസലിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ t2 ക്യാൻസൽ ആവുന്നു, t3 ഇതും ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരാൻ പോകുന്ന t51 മൈനസ് t1 എന്നാണ്. അപ്പോൾ t51 മൈനസ് ഈ tൻ്റെ വാല്യൂ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, tൻ്റെ വാല്യൂ. അപ്പോൾ tൻ്റെ വാല്യൂ അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ t51 മൈനസ് t1 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. So this is coming out be tan inverse of 51 minus tan inverse of 1. So what is the value of this? This will be tan inverse of 50 by 52 എന്ന് കിട്ടുന്നുണ്ട്, 50 by 52. That is tan inverse of 25 by 26 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. Well, let me check that problem. What was the problem? Cot of this. So cot of this means this we can write it in cot form also, because this is a positive value. So cot inverse of 26 by 25 I can write it. So cot inverse of 25 by 20, 26 by 25, 26 by 25. So one answer is matching, this one. 26 by 25 the answer we are getting. So you see, whenever summation വരുമ്പോൾ ഇതാണ് നോർമലി ഉപയോഗിക്കുന്നത്, tan inverse of x minus y by 1 plus xy, tan inverse of x minus tan inverse of y. This is the property normally we are going to apply. So we got it something like this. After giving summation, what is the concept we are getting? We are getting this is tan inverse of 50 by 52 or 25 by 26. So tan inverse x equal to cot inverse of 1 by x. നമുക്ക് ഇതിനെ തിരിച്ചെഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 26 by 25. So we are moving on to the next problem. Very easy questions, so easily doable. This is second derivative concept, differentiation is coming. So this is cos inverse of y by 2. What they are giving? Cos inverse of y by 2. Differentiation concept. This is coming out be 5 times ln x ln 5. This is we are getting. So we are going to use the differentiation concept. So I am going to differentiate. So this is minus 1 by square root of 1 minus y square by 4 into derivative of this bracket. That is coming out be first derivative by 2. Y by 2 derivative is y1 by 2. Now this is 5 times. This is 1 by x, that become constant only. So what I will get it here. You can check it. So this is coming out be, you see, minus y1 dividing by 4 minus y square equal to 5 by x.
This is the things I am getting. So you can also verify this. So these things we are getting. So after cross multiplying, this we will get it minus y1 into x I am getting. Minus y1 into x equal to cross multiplying I am getting 5 times root of 4 minus y square. So I am going to differentiate again. Why it's so? Because we want the second derivative. So this is, I am using the product rule. First function into derivative of second plus second function into derivative of first. Now this is equal to 5 times derivative of this one. This is coming out to be 2 root, you see 4 minus y square into derivative of that bracket. That is coming out to be minus 2y y1. This is I am getting minus 2y y1 I am getting. So minus 2 and minus 2 will get cancelling, you can check it. Minus 2 is and this minus and this minus also will get cancelling. So I am getting this is x y2 plus y1 equal to 5 times and this is coming out to be y1 dividing by root of 4 minus y square. So what is the value of this y1 by this value? What is the value of this? This I am going to put it there. So this will be x y2 plus y1 equal to 5 times 5y times. So 5y times what is that? Minus 5 by x I will get it. So cross multiplying with that x I am getting x square y2 plus x y1 equal to minus 25y I am getting. Differentiation concept. X square y2 cross multiplying we will get x square y2 plus x y1 equal to minus 25y. We can check it. Any solution is like this. Yes, there is in D part we are getting x square y2 plus x y1. You should also check the calculation part. So we are moving on to the next problem now, the 7th one. So let me check it, what will be the 7th problem. So these are the problems in this year IIT JEE Mains question they asked. So you know that sine inverse, this is the concept I am going to use it. Sine inverse of x is always lies between minus pi by 2 and plus pi by 2. So 2 pi by 3 is not in that situation, and cos inverse of x always lies between 0 and pi. Tan inverse of x strictly less than, or it is strictly inequality is going on. This is the situation is here. So that is why I want to write it sine 2 pi by 3. How to write 2 pi by 3? 2 pi by 3, how I can write it? That become pi minus pi by 3. Why I am doing so? I want the value between minus pi by 2 and plus pi by 2. So sine 2 pi by 3, you can see that sine 2 pi by 3. Sine 2 pi by 3 is coming out to be sine pi by 3. Sine pi by 3. So sine inverse of this. So this value is coming out to be, let me change. Like this value is coming out to be pi by 3 only. This value is pi by 3. This value is pi by 3 only. Why it's so? Because we want the value in between. This is the condition. So this way we can write. Now 7 pi by 6. 7 pi by 6, how I can write? 2 pi minus pi by 2 pi, 5 pi by 6. 2 pi minus 5 pi by 6. 12 മൈനസ് 5 7 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ കോസ് 2 പൈ മൈനസ് തീറ്റ, ദിസ് ഈസ് ദ പ്രോപ്പർട്ടി. കോസ് 2 പൈ മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഓൺലി. ദിറ്റ് ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രൻറ്റ്. സോ വാല്യൂ ഓഫ് ദിസ് ഈസ് കമ്മിങ് ഔട്ട് ബി 5 pi by 6. This value is coming out be 5 pi by 6. Now other thing is you can recollect 3 pi by 4. 3 pi by 4. So how to write it? 3 pi by 4. 3 pi by 4. So 3 pi by 4 is, if you write pi minus pi by 4, it is a negative value. Pi minus pi by 4 is a negative value in case of tan. So that is why I am keeping a minus here. So what we will get it here, pi by 4 minus tan 3 pi by 4, tan 3 pi by 4. So I am going to get it like this. This is tan 3 pi by 4.
is same as minus tan pi by 4. Minus tan pi by 4 is same as tan of minus pi by 4. That I want to tell you. So this value is coming out to be minus pi by 4. This value is minus pi by 4. So this is the things let me tell you. So we want to add all this value. So one of them is pi by 3. So let me check it. What will be the answer? Pi by 3 is there, or I can take 12 is the LCM. So let me take LCM is 12. So if you take LCM 12, so what is happening? This is 4 pi. This is 10 pi. 12 is the LCM. So minus 3 pi. So 11 pi by 12 is the answer. We want to check it. 11 pi by 12. One answer is here. 11 pi by 12. This may be the this was that answer to that 7th problem. So pi by 3, 5 pi by 6 minus pi by 4. So I hope you got this one. So we are going for that 8th problem. So you see what is the 8th one. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സമ്മേഷൻ്റെ കോൺസെപ്റ്റാണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയുള്ളതാണിതും. സോ യു ക്യാൻ ചെക്ക് ഇറ്റ്. ടാൻ ഇൻവേഴ്സ് ഓഫ് വാട്ട് വാസ് ദാറ്റ് എക്സ് മൈനസ് വൈ ഡിവൈഡിങ് ബൈ 1 പ്ലസ് എക്സ് വൈ. സമ്മേഷൻ്റെ കോൺസെപ്റ്റിൽ ഇതാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ടാൻ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിനെ മാറ്റണമല്ലോ. 1 പ്ലസ് ഈ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. 1 പ്ലസ് ഇനി വരുന്ന ആർ സ്ക്വയർ പ്ലസ് 3r പ്ലസ് 2 എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് കമ്മിങ് ഔട്ട് ബി ടാൻ ഇൻവേഴ്സ് 1 ഡിവൈഡിങ് ബൈ, ഓർ വി ക്യാൻ സ്പ്ലിറ്റ് ദിസ് വൺ. ദിസ് ഈസ് r പ്ലസ് 2 ഇൻറ്റു r പ്ലസ് 1. So how we can write this in numerator? Numerator is coming out be r plus 2 minus r plus 1. ഈ രീതിയിൽ നമുക്കതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്കിതിനെ കിട്ടുന്നത് ദിസ് ഈസ് കമ്മിങ് ഔട്ട് ബി ടാൻ ഇൻവേഴ്സ് ഓഫ് ആർ പ്ലസ് 2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ആർ പ്ലസ് 1 എന്ന് നമുക്കിവിടെ കിട്ടും. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ടി ആർ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇത് ടി ആർ പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ ടി ആർ എന്താണെന്ന് നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കണം. ടി ആർ ഇവിടെ വരുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് ആർ പ്ലസ് 1. ആ വി എൻ മെത്തേഡിൻ്റെ ഒരു ഫോമിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് ആർ പ്ലസ് 1 ആണ് ആ ടി ആർ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സമ്മേഷൻ കൊടുക്കാൻ പോവാണ്. സമ്മേഷൻ ഈസ് ആർ ഈസ് ഈക്വൽ ടു 1 to n. സോ സിഗ്മ ആർ ഈക്വൽ ടു 1 to n. ഇത് വരുന്ന ടി ആർ പ്ലസ് 1 മൈനസ് ടി ആർ എന്നാണ്. അപ്പോൾ ഇത് കിട്ടുന്നത് T2 മൈനസ് T1, T3 മൈനസ് T2, T4 മൈനസ് T3, ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് വരുന്നത് Tn പ്ലസ് 1 മൈനസ് Tn എന്നാണ്. അപ്പോൾ ഇത് സമ്മേഷൻ ചെയ്യുമ്പോൾ ഈ T2 ക്യാൻസൽ ആവുന്നുണ്ട്, T3 ഇങ്ങനെ ഈ വാല്യൂസൊക്കെ ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് Tn പ്ലസ് 1 മൈനസ് T1 എന്നാണ്. Tn പ്ലസ് 1 മൈനസ് T1. അപ്പോൾ Tn പ്ലസ് 1 എന്താണെന്നാണ് ടി ആർ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ Tn പ്ലസ് 1 എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് n പ്ലസ് 2 എന്ന് എഴുതണം. T1 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ വരുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 എന്നാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 2. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ഈ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത് വീണ്ടും. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ്. സോ ദിസ് ഈസ് കമ്മിങ് ഔട്ട് ബി ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് n വരുന്നുണ്ട്. താഴത്ത് വരുന്നത് n ഇൻറ്റു n പ്ലസ് 2 എന്നാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് കമ്മിങ് ഔട്ട് ബി ടാൻ ഇൻവേഴ്സ് n ഡിവൈഡിങ് ബൈ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നേ ഉള്ളൂ, ഇത് വരുന്ന 1 പ്ലസ് n സ്ക്വയർ പ്ലസ് 2n എന്നുണ്ട്. n സ്ക്വയർ പ്ലസ് 2n എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് ദിസ് ഈസ് കമ്മിങ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ്? 6 ടൈംസ് ഓഫ് ദാറ്റ്. സോ 6 ടൈംസ് ഓഫ് ടാൻ ഓഫ് ദാറ്റ്. സോ അത് എത്ര വരും? n ഡിവൈഡിങ് ബൈ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് 6 ടൈംസ് ടാൻ ഓഫ്, അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ്. n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ വരുന്ന ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് n ഡിവൈഡിങ് ബൈ, ഇവിടെ കിട്ടിയിരിക്കുന്നത് n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 എന്നാണ്. വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ഓർ n പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് കമ്മിങ് ഔട്ട് ബി n tending to infinity. So this is limit n tending to infinity. This will be n dividing by n square 2n plus 1. n square 2n plus 1 എന്നാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. n സ്ക്വയർ n ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു, ആക്ച്വലി ഇവിടെ ഒരു സില്ലി മിസ്റ്റേക്ക് ഈസ് ദെയർ. n പ്ലസ് 2 ഇൻറ്റു 2 എന്നാണ് എഴുതേണ്ടിയിരുന്നത്. n പ്ലസ് 2 ഇൻറ്റു 2. സോ n പ്ലസ് 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ
This is coming out B. N plus 2 into 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് 1 plus 2n plus 2 എന്നാണ്. 1 plus 2n plus 2. അതായത് 2n plus 3 എന്നാണ് ഇവിടെ കിട്ടുന്നത്. 2n plus 3. This is coming out B. This will be coming out B. This will be n by 2n plus 3 എന്നാണ്. അപ്പോൾ ഇത് വരാൻ പോകുന്നത് n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ n ഇൻഫിനിറ്റിയാണ് വാല്യൂ കൊടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ദിസ് ഈസ് 6 ടൈംസ് ദിസ് ഈസ് കമ്മിങ് ഔട്ട് ബി 1 by 2 plus 3 by n എന്ന് വരും. അതായത് 6 by 2 അതായത് 3 എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 3 എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ആ സില്ലി മിസ്റ്റേക്ക് ഒക്കെ വരുമ്പോൾ വളരെ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഐ ഡൺ ഇറ്റ്. ദ സെക്കൻഡ് പ്രോബ്ലം ബേസ്ഡ് ഓൺ ദിസ് സമ്മേഷൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ summation. Second question is this much only. So we are moving on to the 9th question only they asked. The 9th problem is this one. This is the 9th problem they asked in the first session. So 9 questions were there total. So you see what is happening here. We can split like this. 3 times tan inverse 1 by 2 plus 2 into cos inverse of 1 by root 5. So 1 by root 5 means this is root 5, this is 1. So this become 2 only for this figure. So I am taking that 2 outside, or I can arrange like this. I can keep 1 tan inverse of 1 by 2 here. ഈ 3നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുവാണ്. പിന്നെ 2 ടൈംസ് അപ്പോൾ 2 കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ വരുന്നത് tan inverse of 1 by 2 plus tan inverse of 2. This is the way I am getting. So tan inverse of 1 by 2 is here. Tan inverse of 1 by 2 plus 2 times. നമ്മളിത് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. tan inverse of x plus tan inverse of y. But here xy greater than 1. This is the property we are, xy should be greater than 1. So pi plus ഇതിൻ്റെ സം എഴുതുമ്പോൾ 1 by 2 plus 2 ഡിവൈഡിങ് ബൈ 1 minus 1 എന്നിങ്ങനെ ഈ രീതിയിലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് tan inverse of 1 by 2 plus 2 into pi plus, you know that this value is pi by 2. xy equal to 1 എന്നാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. xy equal to 1. xy equal to 1. Sorry. ഇത് xy greater than 1. It is not 1. xy equal to 1. So xy equal to 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ pi by 2 ആണ്. ഇതുപോലും നമുക്കിങ്ങനെ ത്രൂ ഔട്ട് എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് ഈ രീതിയിൽ തീർത്ത് നമുക്കങ്ങ് എഴുതാൻ പറ്റും. So this become 3 pi by 4. 3 pi by 2. So this is tan inverse 1 by 2 plus 3 pi we are getting. So tan of this value. So tan of this value means this is the meaning. Tan of this value become. So let me write it here. Tan of this value. Tan of 3 pi plus tan inverse of 1 by 2. So that is coming out be 3 pi. 3 pi means which quadrant is coming? Third quadrant only coming. So this become tan of tan inverse of 1 by 2. So what is the value of this? 1 by 2. So that value is coming out be 1 by 2. So 50 into 1 by 2. So what is this? This value is coming out be this one. This one. This is coming out be 50 into 1 by 2. 50 into 1 by 2 plus the other value. This means this full value is coming out be 50 plus 1 by 2. Now we want to check tan inverse of 2 root 2. Tan inverse of 2 root 2. That is the things we want to check it now. So let me tell you, I am taking this value. 1 by 2 into tan inverse of 2 root 2. I am taking this is equal to theta. So what is this? So we want to find out 4 root 2 tan theta we want to calculate. If you cross multiply this, 2 theta equal to tan inverse of 2 root 2. So I am taking this tan inverse here. So tan 2 theta equal to 2 root 2. So tan theta formula, I am taking t equal to, so I am putting t equal to tan theta. So what I am getting? 2t dividing by 1 minus t square equal to 2 root 2. So 2 and 2 will get cancelling. T equal to root 2 into 1 minus t square. So we want to calculate that value. So what is the value of this? Root 2, 1 by 2. Or we can, putting some value also we can calculate. Otherwise, t by root 2.
t by root 2 equal to 1 minus t square. So t square plus t by root 2 equal to 1. So what will be that value? T should be, you can check it also, t will be 1 by t square, 1 by 2, 1 by 2 plus 1 by 2. So t equal to 1 by root 2. You can see that tan theta value is 1 by root 2. Otherwise we can easily solve it. This is a quadratic, we can solve it. So tan theta equal to 1 by root 2. So tan theta means you know that this value I have taken theta. So 4 root 2 into tan theta. Tan theta is, that is 4 root 2 into tan theta is coming out to be 1 by root 2. So this is coming out to be 25 is 50 by 2. This become 4. So this together will give 29 is the answer to that problem. These are the 9 problems they asked in our first section of IIT JEE Mains 2022. Thank you for watching this. I hope you got a little bit idea based on this concept. I mean, you need lot of practice. I given the hint and solution in such a manner that I am going under the assumption that you know the basic idea. So please revise the basic concept, then you can do, then you will feel very comfortable. Thank you for watching this. Thank you very much.